മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോകുന്നു. സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടാൻ മന്ത്രിസഭാ തീരുമാനം. 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വിലയും കൂട്ടും. വിപണി വിലയിൽ 35% സബ്സിഡി നൽകി വില പുതുക്കുകയാണ്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് വില വർധനയ്ക്ക് അംഗീകാരം നൽകിയത്. ഈ വാർത്താ റിപ്പോർട്ടർ ഇപ്പോൾ ബ്രേക്ക് ചെയ്യുകയാണ്. നമുക്കൊപ്പം ആദിൽ പാലോട് ചേരുന്നു. തത്സമയം ആദിൽ പാലോട്, വലിയ വാർത്തയാണ് ഇന്നത്തെ. നമുക്കൊപ്പം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദിലിനോടൊപ്പം ആദിൽ, എന്താണ് ആ വാർത്ത? അതിൽ 35% സബ്സിഡി കൂട്ടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സാധനങ്ങൾക്ക് വില കൂട്ടി. എത്ര രൂപ വരെ വില കൂടും? ഉറപ്പാണ് അരുൺ, സാധനങ്ങൾക്ക് വില കൂട്ടിയിരിക്കുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് എന്നുകൂടി അറിയുക. വളരെ പ്രധാനം, സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായൊരു തീരുമാനമാണ് മന്ത്രിസഭയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. സബ്സിഡി സാധനങ്ങൾ 2014 ശേഷം ഇതുവരെ കൂട്ടിയിട്ടില്ലാത്ത സബ്സിഡി സാധനങ്ങളുടെ വില ഒരു 10 വർഷങ്ങൾക്ക് ശേഷം കൂട്ടുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണ ജനങ്ങളെ ഇത് ബാധിക്കും എന്നതുകൂടി ശ്രദ്ധിക്കണം. 13 ഇനം സബ്സിഡി സാധനങ്ങളുടെയും വില കൂടും. 13 ഇനം അവശ്യ സാധനങ്ങളാണ്. 13 ഇനം, ഇവ 13 എണ്ണത്തിൻ്റെയും വില കൂടും. നേരത്തെ 25% സബ്സിഡിയാണ് 2014 നിശ്ചയിച്ചിരുന്നത്. അതേ സബ്സിഡി തന്നെയാണ് 10 വർഷമായി തുടർന്നു വരുന്നതും. ഇങ്ങനെ സബ്സിഡി തുടർന്നു വന്നതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്, പ്രതിസന്ധി ഉണ്ടായത് എന്നാണ് ഭക്ഷ്യവകുപ്പ് തന്നെ പറയുന്നത്. ഇപ്പോൾ വില പരിഷ്കരിച്ചിരിക്കുന്നത് സാധാരണ ഈ 13 ഇനങ്ങളുടെയും സബ്സിഡി വില വിപണി വില കണക്കാക്കിയിട്ട് അതിൻ്റെ 35% സബ്സിഡി നൽകും. അതിനുശേഷം വില പുതുക്കും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ തന്നെ തയ്യാറാക്കിയ ഒരു കണക്കനുസരിച്ചാണെങ്കിൽ ചെറുപയറിന് 74 രൂപയാണ് സബ്സിഡിയായി ഇപ്പോൾ 1 കിലോ ചെറുപയർ 74 രൂപയ്ക്കാണ് സബ്സിഡി നിരക്കിൽ സപ്ലൈകോ സ്റ്റോറുകളിൽ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിപണി വില 129 രൂപയാണ്. ഇതിൻ്റെ 35% കണക്കാക്കി അത് സബ്സിഡിയായി കുറയ്ക്കും. ബാക്കി നോക്കുമ്പോൾ 84 രൂപയാകും. അങ്ങനെയെങ്കിൽ 10 രൂപ വർദ്ധിക്കും. ഈ ചെറുപയറിൽ കാര്യമായ വർധനയുണ്ടാകില്ല. പക്ഷേ മുളക് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വില കൂടി നിൽക്കുന്ന, ഉഴുന്നുൾപ്പെടെയുള്ള വില കൂടി നിൽക്കുന്ന ഇനങ്ങളിൽ ഈ പ്രശ്നം കാര്യമായി ബാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആളുകൾക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടും നടുവൊടിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും സപ്ലൈകോയെ സംബന്ധിച്ചിടത്തോളം ഇനി തിരിഞ്ഞു നോക്കാൻ കഴിയില്ല. സാമ്പത്തിക പ്രതിസന്ധി 25% ഉണ്ടായിരുന്ന സബ്സിഡി 35% ആയാലും ശരാശരി 10 രൂപയുടെയെങ്കിലും വർധനവുണ്ടാവും അല്ലേ? അത് ചില ഇനങ്ങൾക്കാണ്. അത് വിപണി വില നോക്കുമ്പോഴാണ് മനസ്സിലാക്കുക. കാരണം ഞാൻ ഇപ്പോൾ പറയാം, 230 രൂപയാണ് ഇപ്പോൾ വിപണിയിൽ മുളകിന് വില. മുളകിന് 230 രൂപയുടെ 35% കുറയ്ക്കേണ്ടി വരും. സ്വാഭാവികമായും അത് വലിയ വിലയായിരിക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉദാഹരണത്തിന് മുളക് ഇത് കൃത്യമായ കണക്കല്ല. മാവേലി സ്റ്റോറിൽ നോൺ സബ്സിഡിയായി കൊടുക്കുന്ന വില കണക്കാക്കിയിട്ട് നമ്മൾ തന്നെ കൃത്യമായി കണക്ക് തയ്യാറാക്കിയതാണ്. ഭക്ഷ്യവകുപ്പിൽ നിന്ന് തന്നെ ഉടൻ കണക്ക് ലഭ്യമാകുമെന്നാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്. 75 രൂപയാണ് മുളകിന് സബ്സിഡി നിരക്കിൽ സംസ്ഥാനത്ത് സപ്ലൈകോ സ്റ്റോർ വഴി വിതരണം ചെയ്യുന്നത്. 75 രൂപ. 230 രൂപയാണ് സാധാരണ വിപണിയിൽ ഇപ്പോൾ മുളകിന് വില. അങ്ങനെയെങ്കിൽ 35% ആകുമ്പോൾ 130ഓളം രൂപ വരും. 130ഓളം. ചില സാധനങ്ങൾക്ക് ഇരട്ടിയോളം വില വരുമെന്നർത്ഥം അല്ലേ? സാധനങ്ങളുടെയും ഉറപ്പായും അതായത് വിപണി വില കണക്കാക്കിയാണ് ഇത് നിശ്ചയിക്കുക. വിപണി വില അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വില വർധനയില്ലാതെ സപ്ലൈകോയ്ക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ ഒരു പഠനം നടത്തുകയും സമിതി ഇങ്ങനെ 13 ഇനങ്ങൾക്ക് വില കൂട്ടണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്തു. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അത് വേണ്ട എന്നൊരു തീരുമാനം മുഖ്യമന്ത്രി എടുക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് നടപ്പാക്കാതെ വയ്യ എന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണോ? എന്താണ് മന്ത്രിസഭാ യോഗത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടായത്? ഇതിൻ്റെ നടപടിക്രമങ്ങൾ പറയാം സ്മൃതി. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യവുമാണ്. രാഷ്ട്രീയമായി ഇത് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക CM-നും ഒപ്പം LDF-നും ഉണ്ടായിരുന്നു. അപ്പോഴും ഇത് കൂട്ടാതെ നിവർത്തിയില്ല എന്നൊരു ഘട്ടം വന്നു. സപ്ലൈകോയിൽ സാധനങ്ങൾ എത്തിക്കാൻ കഴിയാത്ത പ്രതിസന്ധി, കരാറുകാർക്ക് പണം കൊടുക്കാനാകാത്ത പ്രതിസന്ധി ഒക്കെ ഉണ്ടായിരുന്നു. ഇനി ഒരടി പോലും മുന്നോട്ട് വെക്കാനാകില്ല എന്ന തിരിച്ചറിവിലാണ്
ഈ സപ്ലൈകോ സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ സപ്ലൈകോ സ്റ്റോറിന്റെ പ്രതിസന്ധി അടിയന്തര പ്രമേയമായി നിയമസഭയിൽ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് തന്നെ ഉയർന്ന സ്വരം 2014 ശേഷം കാലാനുസൃതമായി വില വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല എന്നൊരു പരാമർശം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പക്ഷേ വന്നിരുന്നു. അതുകൂടി ഉൾക്കൊണ്ടിട്ടാകണം ഉടൻ തന്നെ ആ തീരുമാനത്തിലേക്ക് പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ തൽക്കാലം വേണ്ടതില്ല എന്നൊരു ധാരണ നേരത്തെ ഉണ്ടായിരുന്നു. ഇതിന്റെ നടപടിക്രമങ്ങൾ പറഞ്ഞാൽ സപ്ലൈകോ CMD ആണ് ഇത് സംബന്ധിച്ച് വില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം സർക്കാരിന് മുന്നിൽ വെക്കുന്നത്, ഭക്ഷ്യവകുപ്പിന് മുന്നിൽ വെക്കുന്നത്. ഭക്ഷ്യവകുപ്പ് മന്ത്രി അത് LDF കൊണ്ടുവന്നു. LDF അതൊരു അംഗീകാരം കിട്ടി. അതിനുശേഷം പ്ലാനിംഗ് ബോർഡ് അംഗമായ K. രവിരാമൻ അധ്യക്ഷനായ ഒരു സമിതി, 3 അംഗ സമിതിയെ വെച്ചു. 3 അംഗ സമിതി പഠിച്ച് ഒരു റിപ്പോർട്ട് ഭക്ഷ്യവകുപ്പിന് നൽകി. അത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴും ഒരു വ്യത്യാസം അതിൽ വന്നിട്ടുണ്ട്. ഈ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം ഓരോ സാധനങ്ങൾക്കും, ഇപ്പോൾ പഞ്ചസാരയാണെങ്കിൽ വില കുറവുള്ള സാധനമാണ്, 40 രൂപയേ ഉള്ളൂ. ആ 40 രൂപയ്ക്ക് ചെറിയ സബ്സിഡി കൊടുത്താൽ മതി, 10% സബ്സിഡി കൊടുത്താൽ മതി. മുളകിനാണെങ്കിൽ ഒരു 50% സബ്സിഡി കൊടുക്കാം. അങ്ങനെ ഓരോ സാധനങ്ങൾക്കും ഓരോ തരം സബ്സിഡി ഏർപ്പെടുത്താമെന്നായിരുന്നു വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം. പക്ഷേ മുഖ്യമന്ത്രി അതിൽ ഇടപെട്ട് പറഞ്ഞു. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി അതിൽ ഇടപെട്ട് പറഞ്ഞു അങ്ങനെ നൽകേണ്ട, എല്ലാം ഒരേ നിരക്കിൽ നൽകുക എന്ന നിലയിലേക്ക് വന്നു. 2014 25% എന്നതുപോലെ ഇത്തവണയും എല്ലാ സാധനങ്ങൾക്കും ഒരേ നിരക്കിൽ സബ്സിഡി ഏർപ്പെടുത്തണം. അത് സംബന്ധിച്ചൊരു പുതിയ നിർദ്ദേശം കൃത്യമായി കൊണ്ടുവരാനുള്ള നിർദ്ദേശം ഭക്ഷ്യമന്ത്രിക്ക് നൽകുകയായിരുന്നു. അതിനുശേഷമാണ് 35% സബ്സിഡി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. വളരെ പ്രധാനമായ തീരുമാനം ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ചില സാധനങ്ങൾക്ക് ഇരട്ടിയോളം വില വർദ്ധിക്കും. സബ്സിഡി 35% ഉയർത്തുന്നുവെങ്കിലും അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 25% നിന്ന് 10% കൂടെ കൂട്ടി 35% വിപണി വിലയുടെ സബ്സിഡി നൽകുമെങ്കിൽ പോലും സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് ഇരട്ടിയോളം വർധനവുണ്ടാവും എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സബ്സിഡി സാധനങ്ങളുടെ വില വർധനവ് ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയമായി തീരും. നമുക്കിനി പ്രതികരണങ്ങൾ കൂടി തേടേണ്ടതുണ്ട് പ്രതിപക്ഷത്തു നിന്നും. ഇതിൽ ഏറ്റവും കൂടുതൽ വില വർധന ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഏതൊക്കെ ഐറ്റത്തിനായിരിക്കും? അതിൽ ഉറപ്പായും കൃത്യമായി നമുക്കത് പറയാൻ കഴിയും. പ്രധാനമായും മുളകിന് തന്നെയാണ്. മുളകിന് 200 രൂപയിലധികമാണ് വിപണിയിൽ വില. കേരളത്തിൽ 200 രൂപയിൽ താഴെ മുളക് 1 കിലോ വാങ്ങിക്കാൻ കഴിയുക തന്നെയില്ല. അത്തരത്തിൽ മുളകിന് വലിയ തോതിൽ വില ഉണ്ട്. വലിയ വില വർധന വരുന്ന പ്രധാനപ്പെട്ട ഇനം മുളക് തന്നെയാണ്. ഒപ്പം വലിയ വില വർധന വരുന്നത് ഉഴുന്നിനാണ്. ഒപ്പം കടലയ്ക്ക് ചെറിയ തോതിൽ വില കൂടും. വൻപയറിന് 7 രൂപ കൂടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചെറുപയറിനാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 10 രൂപ കൂടും. ഉഴുന്നിന് 26 രൂപ കൂടും. കറുത്ത കടലയ്ക്ക് 5 രൂപ കൂടും. വൻപയറിനാണെങ്കിൽ 7 രൂപ കൂടും. തൂരപ്പരിപ്പിന് 47 രൂപ കൂടും. തൂരപ്പരിപ്പ് 65 രൂപയായിരുന്നു. അത് വിപണിയിൽ ഇപ്പോൾ 150 രൂപയ്ക്ക് മുകളിലാണ് വില. അത് 35% സബ്സിഡി എന്ന നിലയിലേക്ക് വരുമ്പോൾ അതിന് 112 രൂപയാകും. 65 രൂപയായിരുന്ന സാധനമാണ് 100-ന് മുകളിലേക്ക് അതിൻ്റെ വില മാറും എന്നുള്ളതാണ്. ആളുകൾ, സാധാരണ ജനങ്ങൾ, നമ്മൾ സപ്ലൈകോ സ്റ്റോറിൽ സ്ഥിരം ലൈവിനൊക്കെ പോകുമ്പോൾ സാധാരണ ആളുകൾ 60 രൂപ കൊണ്ടുവന്നിട്ട് കിട്ടുന്ന ഉഴുന്ന് വാങ്ങി പോവുക എന്നുള്ളതാണ്. ഉഴുന്നിന് വലിയ വിലയാണ്. 192 തൂരപ്പരിപ്പാണ്. തൂരപ്പരിപ്പിന് വലിയ വിലയാണ്. 172 രൂപയാണ് കിലോയ്ക്ക് ഇപ്പോൾ വില. അത് 35% സബ്സിഡി ആക്കുമ്പോൾ 112 രൂപ, ഏകദേശം ഒരു കണക്കാണ്. അങ്ങനെയെങ്കിൽ 47 രൂപയുടെ വർധനയാണ് തൂരപ്പരിപ്പിൽ ഉണ്ടാകുന്നത്. മുളകിന് വില കൂടും. ഒപ്പം തന്നെ പഞ്ചസാരയ്ക്ക് ചെറിയ തോതിൽ വില കൂടും. മറ്റ് അരി ഇനങ്ങൾക്കും ചെറിയ തോതിൽ 2 രൂപ 3 രൂപ എന്ന വ്യത്യാസം. അതിൽ തുടരുക. നമുക്കൊപ്പം